അമ്മോ ഡോഗേഷ് ടീം നിൽക്കണേ ഇവന്മാരെല്ലാം ചെയ്യോ നമ്മളെ എന്നാ ഓട്ടിക്കല്ല ഞാൻ മര്യാദക്ക് ഉള്ള ബാക്കിൽ ഓട്ടിക്കണേ. ഓഹോ അത് ശരി, അങ്ങനെ ഓട്ടാൻ പറ്റൂല്ലോ. കുഴപ്പമെന്ത് പ്രശ്നം എന്താ നിനക്ക്? ഇത് ഓടിച്ച് ബാക്കി ചെയ്യുന്നു ഇപ്പോൾ ഓടിക്കും. ഇനി ആർക്ക് എന്ത് ചെയ്യാനുള്ളത് പറ, നിനക്കുള്ള ചെയ്യാനുണ്ടോ? നിനക്കുള്ള ചെയ്യാനുണ്ടോ? ഓക്കെ അപ്പോൾ പോവാന്നാ. എപ്പോഴും പോലെ നൈറ്റ് റൈഡ്, ഇനി തൊട്ട് അങ്ങോട്ട് ഫുൾ നൈറ്റ് റൈഡ് മാത്രം തന്നെ. സംഭവം എളുപ്പമല്ലേ ജോലിയെ, എന്ത് സുഖമല്ലേ. ശരി പോയിട്ട് വരാം. പൂച്ച കയറി കിടക്കണം ആട്ടയ്ക്കകത്ത്. ഇപ്പം നിൻ്റെ വീടാക്കിയില്ലേ ഇത്, കൊള്ളാം. ഓട് പോയി കിടന്നോ, കുഴപ്പമില്ല. എന്താ പോയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, സി യു പൂച്ചേ. മൈഷുവിൻ്റെ പൂച്ചയാണ് അക്കു. ഇപ്പോൾ പേഴ്സ് എടുത്ത് ഫോൺ എടുത്തിട്ടുണ്ട്, ഹെഡ്ഫോൺ എടുത്തിട്ടുണ്ട്. ഹെഡ്ഫോൺ എടുത്തിട്ടുണ്ട്, കുടിക്കാനുള്ള വെള്ളം, റെയിൻ കോട്ട് എല്ലാം ഉണ്ടല്ലോ. ഓക്കെ ബൈ, സി യു, ഗുഡ് നൈറ്റ്. ഓക്കെ നമ്മൾ ഐശ്വര്യമായിട്ട് വീട്ടിൽ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞത് എവിടെയാണ് പോകേണ്ടത്, ഓർഡർ എവിടെ അടിക്കുക അങ്ങോട്ട് പോകേണ്ട തന്നെ. അത്രേ ഉള്ളൂ അല്ലേ, അത്രേ ഉള്ളൂ. കട്ടക്കത്തേക്ക് എന്ത് മഴ പെയ്യോ? യാത്രയൊന്നും മഴ വേണ്ട, ഒന്നാമത് തണുപ്പ് മഞ്ഞുണ്ട്, അതിനിടയ്ക്ക് മഴയും കൂടെ പെയ്ത് ഞാൻ സൂപ്പറാക്കും അല്ലേ. അപ്പോൾ ഇന്നത്തെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ രാത്രി 12 തൊട്ട് 3 മണി വരെയാണ്. ഈ 3 മണിക്കൂർ സംഭവം പോണതേ അറിയില്ല, അത്ര സ്പീഡിലായിരിക്കും, അത്ര ഈസി ആയിരിക്കും വർക്ക് എന്ന് പറയുന്നത്. പണ്ടൊക്കെ കോവിഡ് സമയത്ത് റോഡ് ഇങ്ങനെ ആയിരിക്കണത്, ഒറ്റ മനുഷ്യൻ കാണില്ല. ഇത് രാത്രി ആണ്ടില്ല, പകലിൽ ഫുൾ ആൾ കാണും. കോവിഡ് സമയത്ത് പകലില്ല, രാത്രിയും ഇല്ല. ഓ മൈ ഗോഡ്, ദ വാട്ടർ ഈസ് വെരി ഹൈ എമൗണ്ട്, 206 എമൗണ്ട്, 206 രൂപ ഓർഡർ പേയ്മെൻറ്റ്. നോക്ക്, ആക്സെപ്റ്റ് ഓർഡർ എത്ര തന്നെ, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. സന്തോഷമായിട്ടുണ്ട്. ഓക്കെ പെട്രോൾ അടിച്ച് പോയാലോ, 100 രൂപയ്ക്ക് മതി. ആൾറെഡി 150 പെട്രോൾ ഉണ്ട്, ഇരിക്കും രാത്രിയില്ലേ. 100 രൂപയ്ക്കേ അടിച്ചാൽ മതിയാവോ? ഓക്കെ പോകുന്നത് എവിടെയാണ് പോകേണ്ടത്? ബാക്ക് സ്ട്രീറ്റ് ബിസ്ട്രോ. അപ്പോൾ നമ്മൾ പോകേണ്ട കസ്റ്റമർ ലൊക്കേഷൻ അല്ലല്ലോ, നമ്മൾ പോകേണ്ട റെസ്റ്റോറൻറ്റ് പറഞ്ഞത് ബാക്ക് സ്ട്രീറ്റ് റെസ്റ്റോ ആണ്. അത് എവിടെയാണ് പോകേണ്ടത്? തിരുമലയാണ്. നോക്കട്ടെ ഒരു മിനിറ്റ്. ഇവിടെ നിന്ന് ഒരു 5.5 കിലോമീറ്റർ ദൂരം. എൻ്റെ അമ്മോ, അത്രയും ദൂരം പിക്കപ്പാ. കുഴപ്പമില്ല, നമുക്ക് ലോങ് ട്രാവൽ വേണം, റൈഡ് ചെയ്യണം, നല്ല എൻജോയ് ചെയ്യണം, പൈസയും കയ്യിൽ വേണം. പൈസ വരുമ്പോഴാണ് സത്യം പറഞ്ഞ ഹാപ്പിനെസ് പറഞ്ഞത്, സത്യമായിട്ടും. കാരണം ഒരു സാധനം ആരും ചുമ്മാ തരില്ല, അതല്ലേ വിഷയം. എല്ലാ സാധനവും ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പൈസ ആവശ്യമില്ലല്ലോ, ടെൻഷനില്ലല്ലോ. അതല്ലേ പൈസ കൊണ്ട് ഓടിക്കൊണ്ടില്ലായിരിക്കും കിടന്ന്. പിന്നെ റേഷൻ കടയിൽ അരി മാത്രം ഫ്രീ ആയി തരും. അരി മാത്രം കഴിച്ചാൽ പോരല്ലോ, നമുക്ക് ചിക്കനും മുട്ടയും കഴിക്കണ്ടേ. ആ ചിക്കനും മുട്ടയും കൂടെ റേഷൻ കടയിൽ തന്നിരുന്നെങ്കിൽ കാര്യം എളുപ്പമായെന്നെ. പിക്കപ്പ് ലൊക്കേഷൻ റെഡി ആയിട്ടുള്ള പ്രിപ്പയറിംഗ് ആണ്. പുന്നമ്മൂട് പള്ളിച്ചില്ല ആ ലൊക്കേഷൻ പോകേണ്ടത്. അമ്മോ അപ്പം കുഴപ്പമില്ല, നിയമസമാണ് നമുക്ക്. ഓർഡർ പ്രൈസ് ഓക്കെ ഓക്കെ പ്രിപ്പയറിംഗ് ആണ്, വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ആവുമായിരിക്കും. പക്ഷേ എൻ്റെ അമ്മോ, രണ്ടാമത്തെ ഓർഡർ ചേട്ടാ, മൾട്ടി ഓർഡർ. ഇത് എവിടെ? അത് 13 കിലോമീറ്റർ പിക്കപ്പോ? എൻ്റെ അമ്മോ, ഈ കാണിക്കുന്ന പൈസ കേട്ടോ? അതാ ഇതിൻ്റെ കൂടെ ചേർന്ന് മൊത്തം പൈസ. അത് ഞാൻ 200 കാണിച്ച്, ഇത് 230 കാണിക്കും. എല്ലാം കൂടെ മൊത്തം 430 കേട്ടോ. ശരി കൊടുക്കാം, അക്സെപ്റ്റ് അക്സെപ്റ്റ്. സംഭവം ഡബിൾ ഓർഡറാണ്, ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്. ഇത് രണ്ടും ക്യാൻസൽ ആവാതെ, ഇത് ക്യാൻസൽ ആവില്ല. ഇപ്പോൾ എടുക്കാൻ പോകുന്ന രണ്ടാമത്തെ ഓർഡർ ക്യാൻസൽ ആവാതിരുന്നാൽ മതി, വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ റെഡി ആയിട്ടുണ്ട്. 0940 റെഡിയായ 0940 ലോഡഡ് ഫ്രൈസ് ഓർഡർ പിക്ഡ്. ഇത്ര ഉള്ളത്. എൻ്റെ അമ്മ ബൈസൺ ഒരു രക്ഷയില്ല ഈ ലുക്കിൽ കേട്ടോ. അവിടെ നിന്ന് ലൈറ്റ് അടിക്കുമ്പോഴേ ആ ഷെയ്ഡ് കാണാൻ വേറെ ലെവലാക്കണത്. മറ്റേ സൂപ്പർ ബൈക്കൊക്കെ വെച്ചേക്കല്ലോ, സത്യമായിട്ട് ചുമ്മാ പറഞ്ഞല്ല. ഓക്കെ പോകാം. അപ്പോൾ അടുത്ത പോകേണ്ട പിക്കപ്പ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കറക്റ്റ് 13 കിലോമീറ്റർ ദൂരമുണ്ട്. 13 കിലോമീറ്റർ പിക്കപ്പ് ഞാൻ പോയിട്ടേ ഇല്ല. നമുക്ക് എന്തായാലും ഇതുവഴി പോയാൽ 11 കിലോമീറ്റർ ആണ്. നമുക്ക് മറ്റേ പേയാട് വഴി പോയി കഴിഞ്ഞാൽ 8.8 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ആ വഴി പോയി കഴിഞ്ഞാൽ കയറ്റവും വളവും തിരിവൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഗിയറൊക്കെ മാറ്റി ഓടിക്കുമ്പോൾ സമയം എടുക്കും. ഇതാകുമ്പോൾ ഒറ്റ ഗിയറിൽ അങ്ങ് ആറാമത്തെ ഗിയറിൽ 5ാമത്തെ ഗിയർ അങ്ങനെ വിട്ട് പറന്ന് പോയാൽ മതി. നല്ല മൈലേജ് കണ്ട് പെർഫോമൻസ് സൂപ്പറാക്കി സ്പീഡും കൂടുതലാക്കി പെട്ടെന്ന് ചെയ്യും. മനസ്സിലായ സംഭവം? ഇതൊക്കെ മഞ്ഞാണ്, പുകയാണ്, ഒരുമാതിരി കിടക്കുന്നത്. പുക മഞ്ഞൊന്നുമില്ല, ഈ ഒരു പൊടി പുകയില്ല. ഇവിടെ വർക്ക് കിടക്കില്ല റോഡിൻ്റെ. അയ്യോ മൂക്ക് പൊത്തി സൂചിച്ചേ, കുറച്ച് മൂക്കി കയറി കേട്ടാ. അത് സംഭവം നമ്മൾ നേരത്തെ ശ്വാസം പിടിച്ച് വെക്കണം. ആ 10 സെക്കൻഡ് നമ്മൾ കടന്നു പോകുമ്പോൾ വരെ ശ്വാസം വിളിക്കാൻ പാടില്ല, മനസ്സിലായ? എങ്കിൽ നമ്മൾ മൂക്കി കയറില്ല. അയ്യേ ക്യാൻസലായി, ഓർഡർ ക്യാൻസലായി. നമുക്കറിയാലോ ദൂരം കൂടുതൽ ഇടയ്ക്കല്ലേ, നമ്മൾ എത്തൂല. ശരി കുഴപ്പമില്ല, നമുക്കുള്ളത് നമുക്ക് കിട്ടും, അത്ര തന്നെ. പോണത് പോട്ട്. ഒരുപാട് സന്തോഷിച്ചു ഡബിൾ ഓർഡർ ആയപ്പോഴേ. ഇതാണ് പറയുന്നത്, ആശ കാണിച്ചാലും ആന കാണിക്കാൻ പാടില്ല. അങ്ങനെയല്ലോ, ആന കാണിച്ചാലും ആശ കാണിക്കാൻ പാടില്ലെന്ന് പറയുന്നത് പഴഞ്ചൊല്ലുണ്ട്. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണമെന്ന് പറയണം. അതാണ് ഇവന്മാർ ചെയ്യണം. അപ്പം നമ്മളങ്ങനെ ഹൈവേ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പറന്ന് ആകാശക്കോട്ടയിലെ സ്വർഗവാതിൽ തുറക്കാം വാ. മനസ്സിനകത്ത് ഒരുപാട് വിഷമമുണ്ട്, രാത്രി ഉറക്കം വരലെന്നുണ്ടെങ്കിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുക, നൈറ്റ് റൈഡ് പോകുക. ഒരു 10 കിലോമീറ്ററെങ്കിലും മിനിമം. പറ്റുന്നുണ്ടെങ്കിൽ വെളുക്ക വണ്ടി ഓടിക്കുക, സൂപ്പറാണ്. ഉറക്കം വരുമ്പോൾ പിന്നെ കിടന്ന് ഉറങ്ങിയാൽ മതി. ഓക്കെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്ത് നടന്ന് പോകാം, അല്ലെന്നുണ്ടെങ്കിൽ പോയി കറങ്ങി വരണം. എന്ത് വേണം ചെയ്യാം. സൊമാറ്റോയാണേ, മോളിലായിരിക്കുമോ വീട്. സംഭവം ഓർഡർ കൊടുത്തിട്ടുണ്ട്, ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. സംഭവം ഹൈവേ കുറച്ച് അകത്തോട്ടാണ് ഓർഡർ കൊടുക്കേണ്ടത്. സംഭവം വണ്ടി ഒന്നും മതിയായിരുന്നു അല്ലേ. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 233 രൂപ 14 പൈസയാണ്. സൂപ്പർ. വാ ഇനി അടുത്ത ഓർഡർ ഏതാണ്ട് അടിക്കാൻ പോകണമെന്തോ. നമ്മളങ്ങനെ വെടിവെച്ചാൻ കോലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ ഉണ്ടായിരുന്നു വെടിവെച്ചാൻ കോല്. ദൈവമേ കാത്തോണേ, കൂടെ എപ്പോഴും വേണം കേട്ടല്ലോ.
അപ്പോൾ അടുത്ത ഓർഡർ അടിക്കണമെങ്കിൽ നേരെ കിള്ളിപ്പാലത്തിനെ പോകണം. ഇവിടെ നിന്ന് കിള്ളിപ്പാലം ഒരു 12 കിലോമീറ്റർ ദൂരമുണ്ട്. ശരി, കുഴപ്പമില്ല, അങ്ങോട്ടല്ലേ സോണ്. അപ്പോൾ ഇതുവരെയായിട്ട് ഓർഡർ അടിക്കാത്തതുകൊണ്ട് ഈ ക്യാബിൽ പ്രൊമോഷൻ പറയാൻ പോവുകയാണ്. ഒരു 30 സെക്കൻഡ് പറഞ്ഞോട്ടാ, പ്ലീസ് 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 പ്ലീസ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിയുടെ ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടി നല്ല അഫോർഡബിൾ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്തു തരും. അപ്പോൾ അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള എല്ലാ ബെനിഫിറ്റും അടങ്ങി നല്ലൊരു പാക്കേജിൽ അതും കുറഞ്ഞ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് DM ചെയ്താൽ മാത്രം മതി, എല്ലാം സെറ്റാക്കി തരാം. ഓക്കെ, കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. ഓക്കെ, നമ്മളങ്ങനെ കിള്ളിപ്പാലം എത്തിയിട്ടുണ്ട്. 10-12 കിലോമീറ്റർ കാലടിച്ച് വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇതെവിടെ? ഈ ടൈം റെസ്റ്റോ കഫേ, മണക്കാട്. ആക്സെപ്റ്റ്. എവിടെ നിന്നാണ് പോണത്? നിങ്ങൾ റൈറ്റ് പോകണം ലെഫ്റ്റ് പോകണം? ഞാൻ ലെഫ്റ്റ് കയറട്ടെ, കുഴപ്പമുണ്ടോ? ഓക്കെ, റീച്ച് ലൊക്കേഷൻ ഓഫ് ബ്രേക്ക് ടൈം കഫേ. ബ്രേക്ക് ടൈം തന്നെ കേട്ടാ ഇവിടെ കാണിച്ച് ഈ ടൈം കാണിച്ചിരിക്കുന്നത്. ബ്രേക്ക് ടൈം കഫേയുടെ ബ്രാഞ്ചാണ് ഇങ്ങോട്ട്. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. 1806 അൽഫാം. ഇത് തന്നെ സംഭവം ഇത്രയേ ഉള്ളൂ, ചെറിയ ഓർഡറാണ്. ഇതിനാണ് ഇത്രയും സമയം എടുത്തത്, അരമണിക്കൂർ പോയല്ലോ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തക്കേടാണ്. ഇവിടുത്തെ കറക്റ്റ് 3.3 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 1:45 ആയിട്ടുണ്ട്. 12-1:45 മണിക്കൂറിനകത്ത് നമുക്ക് അടിച്ച് മൊത്തം 2 ഓർഡറാണ്. ഫസ്റ്റ് ഓർഡർ ലോങ്, സെക്കൻഡ് ഓർഡർ ഷോർട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല. ഇവിടെയൊക്കെ എന്തൊരു ബ്ലോക്ക് എന്ന് പറയുമ്പോൾ പകൽ സമയത്തൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റുമോ മനുഷ്യന്മാർക്ക്? ഇപ്പോൾ എന്ത് ഫ്രീ ആയിരിക്കും നോക്ക്, അടിപൊളി സംഭവം. സിറ്റിക്കകത്തുള്ള റോഡിലൊക്കെ വണ്ടി ഓടിച്ച് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നൈറ്റേ പറ്റൂ. അതാണ് കറക്റ്റ് സമയം. അന്നങ്ങോട്ട് ലെഫ്റ്റാണ് പോണത്. ഇപ്പം ഞാൻ കയറിക്കോട്ടെ അങ്ങോട്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ പട്ടികളൊന്നും ഇല്ലല്ലോ, ഫുൾ ഇൻ്റർലോക്ക് ഏരിയയാണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ പോവാം. ഓക്കെ, ഇതാണ് ലൊക്കേഷൻ. ഇവിടെ തന്നെ. ഓക്കെ, ക്യാഷ് ആണോ ഗൂഗിൾ പേ ആണോ GPay ആണോ? 155. ഓക്കെ, ശരിയാണ്. ഓക്കെ, ഓർഡർ ഡെലിവറി പോന്നാ. കൊള്ളാലോ. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 60 രൂപ 35 പൈസയാണ്. 60 രൂപ കിട്ടിയാ? അതെങ്ങനെ നേരത്തെ 50 കാണിച്ചത്? എങ്ങനെയാണ്ടോ, കെട്ടില്ല, സന്തോഷമായി. ഇപ്പം അടുത്ത് ഇങ്ങോട്ട് പോകാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലം കണ്ണേറ്റ് മുക്കാണ്. ചുമ്മാ സെൽഫി പോകാനായിട്ട്, സെൽഫി ചുമ്മാ അപ്പം നോക്കിയാൽ രാത്രി സെൽഫി എന്തിന്? അടുത്ത ഓർഡർ അടിച്ചേ DJ ഇമ്പീരിയൽ കിച്ചൺ. ഇതാണ് വുമൻസ് കോളേജ് ജംഗ്ഷൻ. നല്ലപോലെ കണ്ടോ? ഈ കാണിക്കുന്ന എല്ലാ ലൊക്കേഷനും പകലിൽ കാണുന്ന രാത്രിയാണ് നല്ല കാണാൻ വൈബ്. അതാണ് ഓരോന്ന് വിളിച്ച് കാണിക്കുന്നതിന്. എല്ലായിടത്തും പോലീസ് പട്രോളിംഗ് ഉണ്ട്, നമ്മൾ നോക്കിയാണ് ഇടയ്ക്കിടെ കേട്ടോ. ഓക്കെ, റീച്ച് ലൊക്കേഷൻ ഓഫ് DJ ഇമ്പീരിയൽ സൂട്ട്സ്. വണ്ടി അപ്പുറത്തേക്കാണ്. റെഡി ആയിട്ടുണ്ട്. റെഡിയായി, സൂപ്പർ. 3010 ക്വാർട്ടർ ഷവായ ആൻഡ് 2 പൊറോട്ട വിത്ത് ലൈം ജ്യൂസ്. ഇതിനെ എല്ലാം ഉണ്ടോ ലൈം ജ്യൂസൊക്കെ? എല്ലാം ഒറ്റ പൊതിക്കാത്തതുകൊണ്ട് പേക്ഡ്. ഓക്കെ, നമ്മൾ 3ാമത്തെ ഓർഡർ കൈപ്പറ്റിയിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആൽത്തറ നഗറാണ്. ഇവിടുത്തെ കറക്റ്റ് 1.1 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 2 മണി ആയിട്ടുണ്ട്. എനിക്ക് വേണ്ട ലോങ് ഓർഡറാണ്, ചെറിയ ഓർഡറൊന്നും വേണ്ട. എല്ലാം ഒരു 10-15 കിലോമീറ്റർ വെച്ച് 4 ഓർഡർ കിട്ടിയാൽ മാത്രം മതി. ഒരു 650-700 കൈ വരെയും ചെയ്യും, വീട്ടിൽ പോവുകയും ചെയ്യാം. ഇതൊരു ബോറിംഗ് ആയിരിക്കും. എന്തായാലും നോക്കാം. ഇപ്പോൾ അടിച്ച് 2 ഓർഡർ ചെറുതല്ലേ, അപ്പോൾ അടുത്ത നമുക്ക് നല്ല വലുതായിരിക്കും. 300 കെട്ടുമായിരിക്കും. വിലസം വെള്ളവാരം സിരിപ്പാലിനെ നീ സിതത്തായി പോതും ഏനോ. ഈ മുടുക്കിൻ്റെ അകത്താണ്. അവിടെയൊക്കെ വഴി ഉണ്ടാ. ഡെഡ് എൻഡ് ആണെന്നാണ് തോന്നണം. പോക്കണ്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഡെഡ് എൻഡ്. ചെറിയ ഓർഡർ ഇട്ട് കറക്കൊണ്ടിരിക്കണം. ആ വഴി നേരെ പോകണം. ഇവിടെ കയറാൻ പാടില്ല. ഐ നോ ഇതുവരെ ലൊക്കേഷൻ ഉള്ളൂ. ഇതിനപ്പുറം എവിടെ നിന്നാണ് ഇവിടെ? അയ്യോ പട്ടി, വീട്ടിലെ പട്ടിയാണ് കേട്ടോ അത്. നമ്മളെ കണ്ട് അത് ഓടണം. കുഴപ്പമില്ല, സേഫാണ്. 63 എവിടെ നിന്നാണ് പറഞ്ഞത്? ഇങ്ങോട്ടൊക്കെ വഴി വല്ലതും കൊണ്ടാ? കുറഞ്ഞാണ് പോകണം അങ്ങോട്ട്. അപ്പോൾ അങ്ങോട്ടല്ലേ വഴി? അതാണ് പിടിക്കാത്തിട്ട് കറക്കണം നമ്മളിട്ട് ഒരുമാതിരി. ഇവിടെയൊക്കെ എത്ര 52 D ഒക്കെ പറഞ്ഞു മോളോട്ടോ. അപ്പം ഇവിടുന്ന് അതേ സമയം കുറവാണ്. എത്രയും പെട്ടെന്ന് കുറേ ഓർഡർ എടുക്കാനുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ഉള്ള സമയം ഇവിടെ തന്നെ പോകുമല്ലോ. ഇത് 63 അങ്ങോട്ട് തന്നെ ഇപ്പോൾ വന്ന വഴി നമ്മൾ പോകേണ്ടത്. 89 പോകണം, കൂടിയില്ല പോകണത്. അവിടെ ഇല്ല, തൊല്ല ക്യാസ് ആയല്ലോ. ഇതിപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് പിടിയുമില്ല. ഷിറ്റ് പോസ്റ്റ് ആയില്ല. വിളിച്ചു വായിച്ചാൽ ശരിയാവോ? ഇവിടെ സംഭവം ഇതാണ് ലൊക്കേഷൻ കാണിക്കണത്. ഇവിടെ നിന്ന് അപ്പുറത്താണ് പറഞ്ഞത്. അപ്പുറത്തെ തെരുവിൽ പോകണമെന്നുണ്ടെങ്കിൽ വേറെ വഴി ഉണ്ട്. നമുക്കത് കറങ്ങി പോകണമായിരിക്കും മിക്കവാറും. ദാദാ ഇവിടെ തന്നെ ഇങ്ങോട്ടായിരിക്കും, റൈറ്റ് ആയിരിക്കും. ആ പട്ടി പോയാ ഉണ്ടോ അവിടെ? ഒരു പടയുണ്ടല്ലോ എൻ്റെ അമ്മോ. നിങ്ങളൊക്കെ എവിടെ നിന്നാണ് നിൽക്കണത്? അണ്ണണ്ണ തേഞ്ഞ് സുധീഷേ ഓട്ടിക്കോ എന്തോ. എത്ര പട്ടികളിത്? 1 2 3 4 ഒരു പടയുണ്ടല്ലോ ഇത്. ശരി, ഇപ്പം അങ്ങോട്ട് പോവാം. ഓ മൈ ഗോഡ് എന്തൊരു കുറെ ഇത് പറയണത്. ഓട്ടിക്ക് വേണം നിങ്ങളെ. 67 പറഞ്ഞു, 63 എവിടെ നിന്നാണ് പറഞ്ഞത്? ഓ എന്ത് ഇത്? എവിടെ നിന്ന് ഇത്രയും കുട്ടികൾ? ഉള്ള ബാക്കി നോട്ടിക്കണേ, ഇട്ട് പറഞ്ഞോ. ബാക്കി നോട്ടിക്കണേ പട്ടി. ഓപ്പോ ആയിരം ബാക്കി ഇത് പറഞ്ഞടേ. അത് വന്നുകൊണ്ടിരിക്കണത് എൻ്റെ അമ്മോ. ദിശ ഹീറോ ആവണോ? ഓഹോ, അത് ശരി.
അങ്ങനെ ഓട്ടാൻ പറ്റൂലോ. എന്താ കുഴപ്പമെന്ത്? പ്രശ്നം എന്താ ഇത്? ഓടിച്ച് ബാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഓടിക്കുന്നു. വാ നോക്കാം, വാ ഒരു നോക്കാം, വാ. എന്ത് പടിയുണ്ടോ? ഓടിച്ച് ബാക്കി തന്നെ ഭയങ്കരമായിട്ട് എന്ത് ചേർന്ന്. ബാക്കി ഒന്ന് നോക്കി എപ്പോഴാണുള്ളത്? ഇനി ആർക്ക് എന്ത് ചെയ്യാനുള്ളത് പറ. നിനക്ക് ചെയ്യാനുണ്ടോ? നിനക്ക് ചെയ്യാനുണ്ടോ? നീ ഓട്ടിക്കണം എല്ലാം ചേർന്ന് തന്നെ. ഞാൻ പാട്ട് മിണ്ടാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോട്ട് നോക്കിയാൽ തലയിൽ കയറെല്ലാം ചേർന്ന്. സംഭവം സ്കെച്ച് ഇട്ടോ സൂപ്പർ തന്നെ. എല്ലാം കൂടി ചേർന്ന് ഓടിക്കണം. പേടിച്ച് പോവില്ലേ? വേറെ നോക്കാനൊന്നുമില്ല. പേടിച്ചാൽ ജീവിക്കാൻ പറ്റില്ല, അത്ര തന്നെ. എവിടെയാണ് കസ്റ്റമർ ലൊക്കേഷൻ പറഞ്ഞത്? പിടിയില്ലോ. ആ ബാക്കിൽ നിന്ന് കുറച്ചുകൊണ്ട് പിന്നെ വരാൻ കസ്റ്റമർ വീട് പറഞ്ഞോട് എവിടെ നോട്. സംഭവം ഇതാണ് രാത്രി ജോലി. മനസ്സിലായ ഒപ്പോ വിളിച്ചു നോക്കാം. വേറെ വഴിയില്ല. സൊമാറ്റോയാണ്. ഞാൻ ഇവിടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടാ. ഇതിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കട ഉണ്ടല്ലോ, കൃഷ്ണ സ്റ്റോഴ്സ്. അവിടെ നിൽക്കുകയാണ്. എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കട വരുന്നത്. അപ്പം അവിടെ അങ്ങനെ ആകുമ്പോൾ എങ്ങോട്ടാണ് വരേണ്ടത്? ഒരു മിനിറ്റ്. അവിടെയാണോ? നോക്കട്ടെ ഒരു മിനിറ്റ്. കടയിലൂടെ ചേർന്ന വഴി. പെട്ടിക്കട അവിടെ നിന്ന്. അതിനോട് പെട്ടിക്കട ആണല്ലോ. ഓക്കെ ചേർന്നിട വഴിയില്ലാത്തോട്ടല്ലേ? ഇവിടെ വണ്ടി വരുമല്ലേ? ഓക്കെ ഇവിടെ ഇത്രയായിരുന്നല്ലേ? എവിടെയാണ്? അത് കയറി. ഇനി എവിടെയാണ്? ഇവിടെയാണോ? ആണോ? ഒരു മിനിറ്റ്. ഇപ്പം നിൽക്കണത് അപ്പം വണ്ടി വെച്ച് നടന്നു പറഞ്ഞോ? ഒരു മിനിറ്റേ. ഓക്കെ മുടുക്ക് അവിടെയാണോ? അവിടെയാണോ? ഓക്കെ ഇവിടെ വീട്ടുണ്ടായിരുന്നല്ലേ? വഴി കുറച്ച് കൺഫ്യൂസായി. മാപ്പ് കറക്റ്റ് കാണിക്കണമില്ല, അതാണ് വിഷയം. കുറേ പട്ടികൾ ഓടിച്ചിട്ട് നേരെ അങ്ങോട്ട് ഓടി. എല്ലാം ഉണ്ടല്ലോ ഫുഡൊക്കെ? താങ്ക് യു. അത് കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ഉള്ളത് തന്നെ കൂടുതൽ. ഓക്കെ ശരി, ശരി എന്നാൽ. സംഭവം ടിപ്പിന് ഇപ്പോൾ ലൈൻ ജ്യൂസ് തന്നിട്ടുണ്ട് കസ്റ്റമർ. താങ്ക് യു. കൊള്ളാം, നല്ല ഓർഡർ ആയിരുന്നു. കുറച്ച് വരണ്ട് കേട്ടോ. സത്യം പറഞ്ഞ ഈ ഓർഡർ കേട്ട പേയ്മെൻറ്റ് ഒരു 500 തന്നാലും മതിയാവില്ല, കാരണം അത്രയ്ക്കാണ് ഓടിയാൽ. സംഭവം നമ്മൾ ജുറാസിക് പാർക്ക് സിനിമയിലൊക്കെ ജീപ്പിൽ സ്പീഡിൽ പോകുമ്പോൾ ബാക്കിൽ ഡാൻസർ വരില്ലേ, അതേപോലത്തെ ഫീലായിരുന്നു. അമ്മോ, ലെഫ്റ്റിലൊരു പട്ടി റൈറ്റിലൊരു പട്ടി, അങ്ങനെ എന്നെ കടിക്കാൻ വേണ്ടി ഓടിച്ചാണ്, എന്നെ പേടിപ്പിക്കാണ്ട് ഓടിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും വരണ്ട് ആദ്യം, പിന്നെ ഗഡ്സ് വന്നു. കാരണം കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പഴഞ്ചൊല്ലുണ്ട്. നമ്മൾ അതൊന്ന് മൈൻഡ് സെറ്റിലാക്കിയിട്ട് മുമ്പോട്ട് പോയപ്പോൾ എല്ലാം 4 വഴി കണ്ടം വഴി ഓടിക്കളഞ്ഞു. ഓട് വാടാ. ആരെയും കൊണ്ടോ അവിടെ? ഇല്ലല്ലോ. ഓട്. ഇല്ലേ ഞാൻ ഓടും. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് പിസ്സ ഹട്ടിൽ. ആക്സെപ്റ്റ്. ഈ ജ്യൂസ് കുടിച്ചതിൻ്റെ കവർ കളയാൻ അവസരം കിട്ടി. ഡ്രൈ വേസ്റ്റ് പ്ലാസ്റ്റിക് എവിടെ? അപ്പം ഡ്രൈ വേസ്റ്റ് പ്ലാസ്റ്റിക്കാണോ? ആയിരിക്കൂലേ, പ്ലാസ്റ്റിക് ഇവിടെ ആയിരിക്കും അല്ലേ? ഓക്കെ, ഇതിനകത്ത് ഇങ്ങനെ ഇടാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഇടാം. വാ കുറ്റി. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. 1054 മർഗരീറ്റ പിസ്സ പ്ലാസ്റ്റിക് ബ്രെഡ്. ഇത് തന്നെ 1054. ഓക്കെ, അവിടെ ഓർഡർ പിക്ഡ്. ആരുടെ പിക്ക് ചെയ്യാൻ പറയും? നമ്മളടുത്ത് പിക്കടെന്ന് വാക്ക് കണ്ടുപിടിച്ച് ഞാനാണ് അറിയാമോ? എല്ലാവരും പിക്ഡ് എന്ന് പറയുള്ളൂ, ഞാൻ മാത്രം പിക്ഡ് എന്ന് പറയും. എൻ്റെ അടുത്ത് പിക്ക് ചെയ്യാൻ പറയണം. ബൈസൺ എന്ത് പറയണേ? പേടിച്ച നേരത്തെ പട്ടി പഠിച്ചപ്പോൾ അതൊക്കെ അങ്ങനെ ഇരിക്കുള്ളൂ. ഇതൊക്കെ എന്തോന്ന് പട്ടികളല്ല, ആന വരെ ഓട്ടിക്കും നമ്മൾ ഹിൽ സ്റ്റേഷനിൽ പോകുന്ന നേരത്ത്. അന്ന് വാൽപ്പാറ പോയ ഓർമ്മയില്ല? അന്ന് അവിടെയൊക്കെ ഇഷ്ടംപോലെ ആന ഉണ്ടായിരുന്നു. എന്തോ നമ്മളെ ഭാഗ്യത്തിന് ആന ഓടിച്ചില്ല. ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസ്ക് എടുത്തേ പറ്റൂ, വേറെ വിഷയം നോക്കാനൊന്നുമില്ല കേട്ടാ. വണ്ടികളൊന്നും ഇല്ല ഓപ്പോസിറ്റ് സൈഡൊന്നും. ഓക്കെ, പയ്യെ കയറണം, പറന്നൊക്കെ വരും ഇവിടെ നിന്ന്. ഹായ്. മിക്കവാറും ഈ പുള്ളിക്കാരൻ നമ്മൾ സബ്സ്ക്രൈബർ ആയിരിക്കും, എനിക്ക് പരിചയമുണ്ടല്ലേ പറഞ്ഞൂടാ. പോട്ടാ. ഓക്കെ ആരാ എന്താ ഹെൽമെറ്റ് ഊരി അറിയാൻ പറ്റും ആരെന്നുള്ള കാര്യം. ശരി, കുഴപ്പമില്ല, സമയമില്ല, പോവാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഒന്നും പറഞ്ഞില്ല, മറന്നേ പോയില്ല. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വട്ടിയൂർക്കാവാണ്. ഇവിടെ കറക്റ്റ് 3.8 കിലോമീറ്റർ ദൂരമുണ്ട്. 3.8 4.8 അത്ര കിലോമീറ്റർ വിട്. ഓക്കെ, ലൊക്കേഷൻ തുറയായിട്ടുണ്ട്. റൈറ്റിലാണ് പോവേണ്ടത്. ഇവിടെ നീ അത് പട്ടി ഓടിക്കാൻ പോകണം നമ്മൾ. ഓരോ മുടുക്കി കയറുമ്പോൾ പാടിയാണ് ഞാൻ പറയാമല്ലോ. ഇവിടെ അത് പട്ടിയുണ്ട്. അയ്യോ, റോഡ് വീലറാ. ഹൗസ് നമ്പർ ഇവിടെ തന്നെ, VLR അവിടെ തന്നെ. സൗണ്ട് കേട്ട് റോഡല്ല, പാമറിയൻ. വെളിയിൽ ഫോട്ടോ റോഡ് വീലറിൻ്റെ അകത്ത് കിടക്കുന്ന പട്ടി പാമറിയൻ. പറ്റിക്കണം, പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം. ഇവിടെ അല്ലേ? ഓക്കെ ശരി, നോക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. DJ ഇമ്പീരിയൽ സൂട്ട്സ് ലോങ് ഓർഡർ കേട്ടോ, 159 രൂപ. ഇതൊക്കെയാണ് ഓർഡർ. ഇങ്ങനെ അടിച്ചതാ ചുമ്മാ 40-50. അഗൈൻ DJ ഇമ്പീരിയൽ സൂട്ട്സ്. റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടുണ്ടോ? റെഡിയായി. നല്ല ഉറക്കമാണല്ലോ സെക്യൂരിറ്റി. ചിലപ്പോൾ ഡബിൾ ഡ്യൂട്ടി ആയിരിക്കും. പയ്യെ പോ.
ഒരാൾ ഉറങ്ങിയില്ല ഇവിടെ കഴിച്ചിളാൻ. ഉറങ്ങുന്ന ആൾക്കാരെ ഏൽപ്പിക്കാൻ പാടില്ല, മനസ്സിലായ? 2541 ഇതിന് നമ്മൾ ഓർഡർ ജിഞ്ചർ ലൈം ജ്യൂസ് പ്ലേറ്റ് ഷവർമ ബേക്ക്ഡ്. ഓക്കെ, അപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വെളുപ്പിലാണ്. ഇവിടെ കറക്റ്റ് 10 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 3 മണിയായി. വെളുപ്പാങ്കാലം 3 മണിയായി എന്ന് പറയുന്നത്. വെളുപ്പിൽ കുറച്ച് ലോങ് ഓർഡറാണ്. കുറച്ച് കാട് വഴിയാണ് പോകേണ്ടത്. അതാണ് ഇത്തിരി പടി അയക്കണത്. നല്ല വഴി പോകുമ്പോഴേ പട്ടികൾ ഓടിക്കണത്. ഇനി കാട് വഴി പോകുമ്പോൾ എന്തൊക്കെ ഓടിക്കാമെന്നൊരു പിടിയില്ല. എന്ത് രാത്രിയിലെല്ലാം പുറത്തിറങ്ങണത് അതൊരു വിഷയം. കഴിഞ്ഞ ആഴ്ച ഒരു ഓർഡർ കൊണ്ട് ശ്രീകാര്യത്തിൽ പോയ സമയത്ത് റോഡിൽ കൂടെ സിറ്റിക്കകത്ത് തന്നെ എവിടെന്നോ ഒരു കാട്ടുപന്നിയാണ്, നാടൻ പന്നി എന്ന് പറഞ്ഞൂടാ, വലിയ പന്നി ഇത്ര ഹൈറ്റ് ഉണ്ട്, ഈ ബൈക്കിനേക്കാൾ ഹൈറ്റ് ഉണ്ട് തോന്നുന്നു. അതിങ്ങനെ ഓടി പറഞ്ഞ് കുറേ പട്ടികൾ ഓടിക്കണ്. ഇപ്പോൾ രാത്രി ഇതൊക്കെ വെളിയിറങ്ങി നടന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ എങ്ങനെ ജോലി ചെയ്യും ധൈര്യത്തിലൂടെ? അതല്ലേ വിഷയം. ഓക്കെ, നമ്മളിങ്ങനെ വെള്ളക്കടവ് പാലെത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും തന്നെ ഇല്ല. ഒരു പട്ടി പോലും ഇങ്ങോട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, പട്ടികളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലൊക്കേഷനാണ് ഈ വെള്ളക്കടവ് പാലം. ഭയങ്കര രസമാണ്, നല്ല തണുത്ത ഒരു ഫീലുമാണ്, നല്ലൊരു വൈബാണ്. ഇതാണ് മയിലാടി ജംഗ്ഷൻ. ഇതാ അപ്പുറത്തായിരിക്കും. ഇവിടെ നിന്ന് നേരെ പോകണം. നേരെ പോകുന്ന വഴിയാണ് കാടുള്ള വഴി. മാപ്പ് നോക്കണോ? നോക്കിയിട്ട് പോകാം. ഇവിടെ 2 കിലോമീറ്റർ ദൂരമുണ്ട്. ഗതിയെ മാപ്പ് നോക്കി പോകണോ? മാപ്പ് നോക്കി പോകുമ്പോഴേ വഴി തെറ്റുന്നു. ഈ മാപ്പ് നോക്കാതെ പോയാൽ എവിടെയൊക്കെ പോകുന്നത് എനിക്കാണ്. ഇവിടെ നിന്ന് റൈറ്റ് അല്ലേ? അങ്ങോട്ട് തന്നെ. അമ്മോ, ഡോഗേഷ് ടീം നിൽക്കണേ. ഇവന്മാരെല്ലാം ചെയ്യോ നമ്മളാ? എന്നാ ഓട്ടിക്കല്ലണ്ണ, ഞാൻ മര്യാദയ്ക്ക് പൊയ്ക്കോട്ടെണ്ണ പ്ലീസ് അണ്ണാ. ഓടാ വയ്യ. സംഭവം നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാൻ. വീടുകളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. എന്നാലും ഒരു ഒറ്റ മനുഷ്യരില്ല ഇവിടെ ഒരു ഹെൽപ്പ് ചോദിക്കാൻ പോലും. നല്ല മണം കേട്ടോ ഈ കാടിന്. ഒരു പച്ചപ്പിൻ്റെ മണം കേട്ടോ കംപ്ലീറ്റ്. ഇങ്ങോട്ട് ഇവിടെ ലെഫ്റ്റ് അല്ലേ? റോഡുകളെ കുഴപ്പമൊന്നുമില്ല, അത്ര വലിയ വിഷയമൊന്നുമില്ല. കുറച്ച് കാടുണ്ട് 2 സൈഡും. എത്ര തന്നെ കൃഷികളായിരുന്നു ഇതൊക്കെ, വാഴയും തെങ്ങും മരച്ചീനിയൊക്കെ. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു കുത്ത് കയറ്റമാണ്. ഓ, എന്തൊരു കയറ്റം അത്, പൊയ്ക്കൊണ്ടിരിക്കുന്നത് തീരുന്നില്ല. ഈ സമയത്തൊക്കെ ആരെങ്കിലും കൊണ്ട് വരുമോ? ഞാൻ അല്ലാതെ ഇവിടെ ഫുള്ള് കാട്. നോക്കും, അമ്മോ, കാട് ഫോറസ്റ്റ്. ഈ കാട് ഫുള്ള് ഫോറസ്റ്റ് ആണല്ലോ എന്ന് പറയും പോലെ. മൈ ഗോഡ്, എൻ്റെ അമ്മോ, വയനാട് പോയ പോലെ കിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. ഇനിയൊരു ആനയുടെ കടുവയുടെ കുറവ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെറ്റായി. ഇതേത് റോഡ്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും, അതെങ്ങോട്ടെങ്കിലും പോകണം. നമുക്കെന്ത് അവിടെ അല്ലേ? ഓക്കെ ഇങ്ങോട്ട് പോന്നാ. അത്ര തന്നെ. ഇന്നത്തെ ഓട്ടം കഴിഞ്ഞ് മണി ഇപ്പം 3:20 ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നേരെ പോകണോ റൈറ്റ് പിടിച്ച് പോകണോ? ഇങ്ങനെ പോയി നോക്കട്ടെ, മാപ്പ് നോട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വന്ന വഴി തിരിച്ച് പോകാം, അതാണ് സേഫ്. കുറച്ച് പോലീസ് ജീപ്പ് വന്നായിരുന്നു, ചോദിച്ച് എന്താണ് സംഭവം, എവിടെ പോകണം. ഞാൻ ഒരു ഫുഡ് ഡെലിവറിക്ക് വന്നാണ്, ഫുഡ് കൊടുത്തിട്ടുണ്ട്. മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏത് വഴി പോകണം എന്നുള്ളത്. അപ്പോൾ ഇതുവഴി പിന്നെ പോയാൽ മതി പറഞ്ഞു, ഇതാണ് സേഫ് എന്ന് പറഞ്ഞു. നമ്മൾ പോലീസിനോട് ഓടിയിരുന്നെങ്കിൽ പിടിച്ചേനെ. എനിക്ക് വേറെ ഒന്നുമില്ല, ഈ ക്യാമറ കണ്ടല്ലോ പിടിക്കുകയോ ഫൈൻ അടിക്കാമെന്ന് പാടി ഒന്നും പറഞ്ഞില്ല കേട്ടോ, വേറെ വിഷയമൊന്നുമില്ല. കണ്ടോ, നമ്മളെ ഭാഗത്ത് ന്യായമുണ്ട്. നമ്മൾ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ വിഷയമൊന്നുമില്ല. പിന്നെ നമ്മൾ ആ സമയത്ത് ക്യാമറ ഓൺ ചെയ്തില്ല, അത് ശരിയല്ല. കാരണം പെട്ടെന്ന് ജീപ്പ് നിൽക്കാൻ നേരം നമ്മൾ ക്യാമറ ഓൺ ചെയ്തപ്പോൾ അവരെ കണ്ടന്റ് ആക്കുമ്പോൾ ആയിപ്പോൾ. നമ്മളല്ലാതെ ക്യാമറ ഓണാക്കി കിടന്ന കുഴപ്പമില്ല, മനസ്സിലായോ? അല്ലാതെ അവരെ കാണുമ്പോൾ ഓണാക്കുമ്പോൾ അത് അവർക്ക് ട്രിഗറാവും, ആവശ്യമില്ലാത്ത പണിയാവും. അതുകൊണ്ട് നമ്മൾ പോലീസിനോട് ഞാൻ മര്യാദയ്ക്ക് ഡീൽ ചെയ്ത വേറെ വിഷയങ്ങളൊന്നുമില്ല, അത്ര തന്നെ. രാത്രി ഫുട്ബോൾ കളി കാരണം കുറേ ഓർഡർ ഉണ്ട്, അപ്പോൾ അതൊക്കെ നമ്മൾ മിസ്സാക്കാതെ ഓടിക്കഴിഞ്ഞാൽ കുറച്ച് ആണീസ് കയ്യിൽ കിട്ടും. അതുകൊണ്ട് ഇതൊക്കെ ഒരു വരുമാനത്തിൻ്റെ കേസാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഇതുവഴി പോകാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം മയിലാടിയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മറ്റേ പേയാട് വഴി പോകാം. ഇത് വന്ന വഴിയാണ്, വെള്ളക്കട വഴി. ലെഫ്റ്റ് പോകാം അല്ലേ? ഇതാണ് എളുപ്പം. രണ്ടും ഒരേ ദൂരമാണ്, 15 കിലോമീറ്റർ ആണ്. നമുക്ക് ഇതുവഴി പോകാം, ഒരു ചേഞ്ച് ആയിരിക്കും. വന്ന വഴി പോയാൽ ബോറടിക്കും. ഇതാണ് ബാക്കിൽ നിന്ന് ഒരു കാർ വരുന്നത്, ജീപ്പാണ്. നമ്മളെ പിടിക്കാനായിരിക്കും പിന്നെ സംശയം കേട്ടോ അവർക്ക് തന്നെ. ആകാശക്കോട്ടയിലെ ജീപ്പൊന്നുമില്ല, കാറ് തന്നെ. ഓക്കെ, നമ്മൾ ഇവിടുത്തെ മണി ഇപ്പോൾ കറക്റ്റ് 4 മണി ആയിട്ടുണ്ട്. വെളുപ്പാങ്കാലം 4 മണിയായി. ഇനിയിപ്പം കിടന്ന് ഉറങ്ങിയാൽ കറക്റ്റ് ഒരു 7 മണിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. മോളെ കൊണ്ട് സ്കൂളിലാക്കണം 7:45. അപ്പോൾ എന്തായാലും ആ സമയത്ത് 3 മണിക്കൂർ ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് ബാക്കി ഉറങ്ങും, അത് വേറെ വിഷയം. നല്ലപോലെ ഉറങ്ങിയിട്ട് വർക്കിന് പോകുള്ളൂ. ഇപ്പം എന്തായാലും ഒരു മനുഷ്യൻ്റെ ഉറക്കം എന്ന് പറയുന്നത് 6 to 7 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. എന്തായാലും ആ ഉറക്കം എടുക്കും. പക്ഷെ നമ്മൾ രാത്രി ഉറങ്ങിയാണ് ശീലിക്കേണ്ടത്. വല്ലപ്പോഴും ഓടാം, കുഴപ്പമില്ല. ദിവസം നമ്മൾ പോകണില്ല യാത്രയൊന്നും. ഇടയ്ക്കിടയ്ക്ക് രാത്രി പോയാൽ കുറച്ച് പൈസ കൂടുതൽ കിട്ടുകയും ചെയ്യും, നല്ലൊരു കണ്ടന്റ് ആവേയില്ലേ, അതാണ് ഏറ്റവും വലിയ വിഷയം. ക്ഷേത്രം ആളൊന്നും പറയില്ല. പിന്നെ ഒരാൾക്ക് ഹായ് പറയാനുണ്ട്. പുള്ളിയുടെ പേര് സഞ്ജീവാണ്, താമസം എരുമേലിയിൽ. അപ്പോൾ ഈ സഞ്ജീവ് എന്ന് പറഞ്ഞ ആൾ നമ്മളെ കട്ട ഫാനാണ്. പുള്ളിക്കാരൻ പഠിക്കുന്ന 8ാം ക്ലാസ്സിലാണ്, കൊച്ചു പയ്യനാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ്. ഇതുപോലെ കൊച്ചു പിള്ളേർ നമ്മളെ ഫാൻസ് എന്ന് പറയുമ്പോഴേ അതിനപ്പുറം എന്ത് വേണം അല്ലേ? കൊച്ചു പിള്ളേർ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ അതിൽ വലിയ ഗിഫ്റ്റാണ് അതൊക്കെ. അപ്പോൾ എന്തായാലും സഞ്ജീവിൻ്റെ ഫാമിലിക്ക് ഒരു വലിയ ഹായ് പറഞ്ഞേക്കാം. അപ്പോൾ ഹായ് സഞ്ജീവ്, LAPG കട്ടൊക്കെ നിൽക്കണം. ഓക്കെ, അപ്പോൾ അത്ര തന്നെ, വേറെന്ത് പറയാം. അപ്പോൾ അത്ര തന്നെ, വേറൊന്നും പറയാനില്ല. ഇന്നത്തെ ഓട്ടം വലിയ കുഴപ്പമില്ല. ഒരു 150 രൂപ പെട്രോൾ അടിച്ച് ബാക്കി ഒരു എത്ര കിട്ടിയല്ലോ, അത്ര തന്നെ. ഓക്കെ, അത്ര തന്നെ. വേറൊന്നും പറയാനില്ല, എനിക്ക് ഉറങ്ങാൻ സമയമായി, ഒരുപാട് ക്ഷീണമുണ്ട്. അപ്പോൾ ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും ശരിയല്ല, മോത്ത ക്ഷീണമുണ്ട് എന്ന് പറയാം. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കുറച്ച് സെൻറ്റ് അടിക്കുക, നെക്സ്റ്റ് എപ്പിലോട്ട് മൂവ് ആകുക, മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അതുകൊണ്ട്
ആരും മറക്കുക ഇൻഷുറൻസിന്റെ ഗ്യാസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിയുടെയോ ഹെൽത്തിന്റെയോ ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഓക്കെ. പിന്നെ മെയിനായിട്ട് ഇൻഷുറൻസ് മാത്രമല്ല, ഒരു ക്ലൈം സെറ്റിൽമെന്റ് ആവശ്യം വരുമ്പോൾ ഞങ്ങൾ സൈഡിൽ ഫുൾ സപ്പോർട്ട് എപ്പോഴും നിങ്ങളെ കൊടുക്കണം. അതും കൂടെ പറയാണ്. ഓക്കെ. മാത്രമല്ല എല്ലാ പേജി കട്ടൊക്കെ നിൽക്കണം. ബാ സംഭവം നല്ല ടയർഡായിട്ടാ, ഇനി പറയാൻ പറ്റൂല, ഉറക്കം വേണം, ഉറങ്ങിയേക്കാം. ബൈ ബൈ, സീ യു.